നമുക്ക് സെലിം ഗ്രൂപ്പിന്റെ പ്രൊജക്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രൊജക്ട് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് കരിയർ വേ ആണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു രീതിക്കുള്ള നഷ്ടവും ഉണ്ടാക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയോൺ നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ അടുത്ത പ്രൊജക്ടിനെ കുറിച്ചൊക്കെ അവളും അന്വേഷിക്കുന്നു. നമ്മുടെ അടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് കാനിയൽ ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന പ്രൊജക്ട് ഒക്കെയാണ്. ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് വേണ്ട ഷെഫിന്റെ അടുത്ത് പ്രൊജക്റ്റിലേക്ക് വരാമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഇതുവരെ ആരും പറയാത്ത രീതിക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിരുന്നു ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗ്യൂറിമോം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജിയോന്റെ അടുത്ത് നേരിട്ട് ഒന്ന് അയാളെ പോയി കണ്ട് സംസാരിക്കാമോ എന്നൊക്കെ ഗ്യൂറിമും ചോദിക്കുന്നു. ഇനി ജോങ്ഹോണും നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന കിൻഡർ ഗാർഡനിലേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിയിട്ട് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന സിഹുണും അവനെ കാണുന്നു. ഏതെങ്കിലും കുട്ടിയുടെ അച്ഛനായിരിക്കും അതേ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്ന സിഹുണും അവനെ അച്ഛ എന്നൊക്കെ വിളിച്ചതിന് ശേഷം അവിടെ കുട്ടികൾ ആരും തന്നെ ഇല്ല, അവർ വെളിയിലേക്കൊക്കെ പോയതാണ്, കുറച്ചു നേരം നീ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ അവന്റെ അടുത്തും ചോദിക്കുന്നു. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അച്ഛനായിട്ടൊക്കെ തോന്നിയോ? എന്നെ പോലത്തെ അച്ഛനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുവരെ വിവാഹം പോലും കഴിച്ചിട്ടില്ല, പോരാത്തതിന് എന്റെ മുഖത്തൊരു ചുളിവ് പോലുമില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഒരു അച്ഛനായിട്ടൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജോഹോണും ചോദിക്കുകയാണ്. അച്ഛനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് കിൻഡർ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവള് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ഫാമിലി ഇവിടെയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോഹോണും നിൽക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു കിൻഡർ ഗാർഡനിലെ ടീച്ചറൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ടീച്ചറിനെ കണ്ട ഉടനെ തന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവനും കൂടെ പോകുന്നത് കാണുമ്പോഴത്തേക്കും ടീച്ചറുടെ അനിയനാണ് ഇത് എന്നൊക്കെ സുഹുണും വിചാരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ സഹോദരന്റെ ഭാര്യയായിരുന്നു ആ ഒരു ടീച്ചർ. സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെയാണ് സഹോദരിയായിട്ടൊക്കെ ടീച്ചറിനെ അവൻ കാണുന്നത് പോലും. പക്ഷേ ഇപ്പോൾ സഹോദരൻ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഒരു രീതിക്കുള്ള ബന്ധവും ഇല്ല എന്നും ഇനി ചേച്ചിന്ന് വിളിച്ച് എന്നെ കാണുവാൻ പോലും വരേണ്ട കാര്യമില്ല എന്നുമൊക്കെയാണ് ടീച്ചർ പറയുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ടീച്ചറുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. ബർത്ത്ഡേയുടെ എന്തെങ്കിലും ഹാപ്പി ആയിട്ടൊക്കെ അവൾ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേക്കൊക്കെ ആയിട്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇനി നീ ഇങ്ങനെ കാണുവാനായിട്ട് വരേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല, ഞാനും ഇപ്പോൾ ഓക്കെ ആയി മാറിയിട്ടുണ്ട് എന്നൊക്കെ ടീച്ചർ പറയുന്നുണ്ട്. പക്ഷേ ടീച്ചർക്ക് എന്നാണോ ഒരു ബോയ് ഫ്രണ്ട് ഒക്കെ ആകുന്നത് അതുവരെ അവൻ ഇതുപോലെ തന്നെ വന്ന് അവളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമെന്ന് അവനും പറയുന്നു. സിയുഹുണും ജുങ്ഹുണെ കുറിച്ച് കുട്ടികളുടെ അടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ടീച്ചറിന്റെ ഫ്രണ്ടാണ്, അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് ടീച്ചറിനെ കാണാറുണ്ട് എന്നൊക്കെ ബിയോളും പറയുന്നു. എന്തായാലും പുള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കളിക്കാനൊക്കെ നിൽക്കാറുണ്ട്, പുള്ളിക്ക് കളിക്കുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണെന്നൊക്കെ ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സ്യൂജുൻ പറയുമ്പോഴത്തേക്കും അവൻ ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമെന്നൊക്കെ സ്യൂഹുണും വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറിനെ നമുക്ക് ഒറ്റയ്ക്കൊന്നും ഇരുത്തണ്ട, അവൻ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ഒപ്പം ഇരിക്കുകയാണ് അവളും. അങ്ങനെ അവൻ അവിടെ നിന്നും ഇറങ്ങി പോകുവാൻ നേരത്തെ അച്ഛ എന്നൊക്കെ വിളിച്ച് അവനോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാമെന്ന രീതിക്ക് സ്യൂഹുൺ അവനെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവൻ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു. ജിയോൺ ടീമിലെ ആൾക്കാർക്കൊക്കെ തന്നെ ഒരുപാട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കേമും എന്നാൽ ഞാൻ നിങ്ങൾക്ക് കഴിക്കുവാനായിട്ട് പിസയൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷെ അവൻ പിസ ഓർഡർ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു കോമഡിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കോമഡിയൊക്കെ കേട്ട് ആരും തന്നെ ചിരിക്കുന്നില്ലെങ്കിലും ക്യൂഹയ്ക്ക് ചിരി നിർത്തുവാനായിട്ട് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരാളെങ്കിലും തന്റെ കോമഡിയൊക്കെ കേട്ട് ചിരിച്ചല്ലോ എന്ന് വിചാരിച്ച് കിം നിൽക്കുമ്പോഴത്തേക്കും ഓൺഹോയും അവർക്ക് എല്ലാവർക്കും കഴിക്കുവാനായിട്ടുള്ള പിസയൊക്കെ മേടിച്ചോണ്ട് വരുന്നു. ഇങ്ങനെ പിസയൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ജിയോണിനെയാണ്. ജിയോണും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിയോൺ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ ജിയോൺ പറയുന്ന അതേ രീതിക്കൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ക്വാങ് നിൽക്കുന്നത്. പക്ഷെ അവനും ജിയോൺ കയറി വന്നതൊന്നും അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. സോ ജിയോണും ഇവനിങ്ങനെ ജിയോണെ കളിയാക്കി സംസാരിക്കുന്നതെല്ലാം തന്നെ കേൾക്കുകയാണ്. പക്ഷെ അവളും അതത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ആക്കി എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മിയയും ഒൺഹോ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ജിയോന്റെ അടുത്തും പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. നീ എപ്പോഴും എംപ്ലോയീസിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് മാത്രമല്ലേ സംസാരിക്കാറുള്ളൂ, പക്ഷെ ഉൺഹോനെ നീ കണ്ടോ? നിന്നെ നോക്കുവാനായിട്ടാണ് ഞാൻ ഉൺഹോനെ ഏൽപ്പിച്ചത്, പക്ഷെ ഉൺഹോ നിന്നെ നോക്കുന്നത് കൂടാതെ എംപ്ലോയീസിനെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീയും കഴിഞ്ഞ ദിവസം ഉൺഹോയുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ അവൻ എംപ്ലോയീസിനൊക്കെ ഫുഡ് മേടിച്ചു കൊടുക്കുന്നത് നീ കണ്ടോ? അങ്ങനെ ഇരിക്കെ നിനക്കിപ്പോൾ ഒന്നും തന്നെ തോന്നുന്നില്ലേ എന്നൊക്കെ മിയയെ ചോദിക്കുമ്പോഴത്തേക്കും ചെയ്യാനുള്ള വർക്കൊക്കെ തീരാതെ ഇപ്പോൾ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കുമാണ് എനിക്ക് ശരിക്കും തോന്നുന്നത് ഇവർക്ക് വർക്കൊക്കെ തീർത്തതിന് ശേഷം ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചാൽ പോരെ എന്നൊക്കെ ജിയോണും തിരിച്ചു ചോദിക്കുന്നു. ഒരു ഷെഫായിട്ടുള്ള ഷെഫ് ഹാനിനെ കാണിക്കുകയാണ്. ഹാനും ഇറ്റലിയിൽ പഠിച്ചിട്ട് യുഎസിലും യൂറോപ്പിലും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. 5 വർഷം മുമ്പ് അയാൾ കൊറിയയിലേക്കൊക്കെ തിരിച്ചെത്തിയിട്ട് അവിടെ TV ചാനൽസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഷോയിൽ അയാൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഷൊക്കെ വളരെയധികം ഫേമസ് ആവുകയും അതുവഴി അയാൾ ഒരു സ്റ്റാർ ഷെഫ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ ടി.വി പ്രോഗ്രാംസിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ഒക്കെ നോക്കി നടത്തുകയാണ് ഹാനും. ഗനേൽ ഹോട്ടൽ എന്ന ആൾക്കാരാണ് പുതിയതായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഒക്കെ ജിയോണിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് നല്ലധികം എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ളതുമായിട്ടുള്ള ഒരു ഷെഫിനെ ആയിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷെഫ് ഹാനിനെ ഈ ഒരു പോസ്റ്റിലേക്ക് സ്വീകരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ജിയോണും ഇരിക്കുന്നത്. പക്ഷേ ഗ്യോറിമും ഇതിനു മുമ്പ് നേരിട്ട് അയാളെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ജിയോണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അവരും ഇപ്പോൾ അയാളെ കാണുവാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഷെഫ് ഹാനിനും ഇതുപോലെ ഗാനൽ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ എന്റെ കൂട്ടത്തില് ഒരു അസിസ്റ്റന്റ് ഷെഫൊക്കെ ഉണ്ട്. സാധാരണഗതിക്ക് നല്ലൊരു അസിസ്റ്റന്റിനെ കിട്ടുവാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എന്നെ ജോലിക്ക് എടുക്കുന്ന കൂട്ടത്തില് എന്റെ അസിസ്റ്റന്റിനെയും കൂടി എന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ ജോലിക്കൊക്കെ നിർത്തണമെന്ന രീതിക്കാണ് അവനും സംസാരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യമൊക്കെ പരിഗണിക്കാമെന്ന് ജിയോണും പറയുന്നു. അസിസ്റ്റന്റ് ഷെഫ് ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് കാണുമ്പോഴത്തേക്കും ഓൺഹോ കൂടി അവരെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടൊക്കെ പോവുകയാണ്. ഇതകത്ത് ഇരുന്നു കൊണ്ട് ഇവരും കാണുന്നു. സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ ചെടികളൊക്കെ അവനും ശ്രദ്ധിക്കുകയാണ്. അവനും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ഹോട്ടലിനകത്ത് ആവശ്യമായിട്ടുള്ള ഹെർബ്സും മറ്റുമൊക്കെയാണ് അവിടെ നട്ടുവെച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ചെടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പറഞ്ഞൊക്കെ കൊടുക്കുകയായിരുന്നു അസിസ്റ്റന്റും. അസിസ്റ്റന്റിന് ഓരോരോ പ്ലാൻസിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവിനെ കുറിച്ചൊക്കെ ഓൺഹോ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അസിസ്റ്റന്റും എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് തന്റെ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് ഉൺഹോയും മനസ്സിലാക്കുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ജിയോണും കാറിന്റെ ഡോറൊക്കെ തുറക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അത് തുറക്കാതിരിക്കുവാനായിട്ട് അതിന് മുമ്പായിട്ട് തന്നെ ഉൺഹോം തന്റെ കൈയൊക്കെ വെക്കുകയാണ്. അതായത് അവരുടെ കാർ അതായിരുന്നില്ല. എന്തായാലും മുൺഹോ പറഞ്ഞത് പ്രകാരം അവളും പിന്നീട് അവരുടെ തന്നെ കാറിലൊക്കെ കയറി ഇരുന്ന് പോവുകയാണ്. ജിയോണും ബുക്ക് സ്റ്റോറിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ നേരത്തെ തന്നെ ബ്യോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്യോളും കുറെ നേരമായിട്ട് ഒരു ബുക്കൊക്കെ എടുക്കാനായിട്ട് പാടുപെടുകയാണ്. ജിയോണും അവിടെ എത്തി ആ ഒരു ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അത് ബ്യോളിന് വേണ്ടിയിട്ട് എടുത്തതായിരിക്കും എന്നൊക്കെ അവളും വിചാരിക്കുന്നു. പക്ഷേ ജിയോൺ തനിക്ക് വേണ്ടി എടുത്തതായിരുന്നു ആ ഒരു ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സാധാരണയായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണ്ടപ്പോഴത്തേക്കും മുതിർന്നവർ വേണം അതൊക്കെ ചെയ്ത് കൊടുക്കുവാൻ എന്നൊക്കെ ബ്യോളും പറയുന്നു. അങ്ങനെ ഇരിക്കെ വ്യോളിന് എല്ലാ വാക്കുകളും വായിക്കുവാനായിട്ട് അറിയാമോ എന്നൊക്കെ ജിയോൺ ചോദിക്കുമ്പോഴത്തേക്കും തനിക്കെല്ലാം അറിയാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ബ്യോളും. എന്നാൽ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ജിയോണും നേരത്തെ ബ്യോൾ എടുക്കുവാനായിട്ട് ശ്രമിച്ച ആ ഒരു ബുക്ക് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് കുട്ടികൾക്കുള്ള ചിത്രത്തിന്റെ ബുക്കൊക്കെ അല്ലേ എന്ന് അവളും ചോദിക്കുന്നു. ആദ്യം നീ പോയിട്ട് കൊറിയൻ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് വാ, അപ്പോൾ നിനക്കും ബുക്കൊക്കെ ഞാൻ എടുത്തു തരാമെന്നൊക്കെ ജിയോണും പറയുന്നു. പക്ഷെ അത് ബ്യോളിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ബുക്കിന്റെ അകത്തുള്ളത് ചിത്രങ്ങളൊക്കെ അല്ലേ, മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചിത്ര ബുക്ക് ഒന്നും തന്നെ ഇറക്കാറ് പോലുമില്ല. പിന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് ബുക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ബുക്ക് എടുത്തൂടെ ആന്റി എന്നൊക്കെ ബ്യോളും ചോദിക്കുകയാണ്. പക്ഷെ എന്നെ ആന്റി എന്നൊന്നും വിളിക്കണ്ട, എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജിയോണും നിൽക്കുന്നു. നിങ്ങൾ എങ്ങനെയാ ചേച്ചിയാവുക, നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനെക്കാളും പ്രായമൊക്കെ തോന്നിക്കുമല്ലോ എന്നൊക്കെ ബ്യോൾ പറയുമ്പോഴത്തേക്കും നിന്റെ അച്ഛൻ ചെറുപ്പത്തിൽ വല്ല വിവാഹം കഴിച്ചതായിരിക്കുമെന്നൊക്കെ ജിയോണും പറയുന്നു. എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ബ്യോളും തിരിച്ചു പറയുകയാണ്. പക്ഷേ അത് കേൾക്കുന്ന ജിയോണും നിന്റെ അച്ഛൻ അത്രത്തോളം പോപ്പുലർ ആയിരുന്നെങ്കിൽ എന്നെ പോലെ വിവാഹമൊക്കെ കഴിക്കാതിരുന്നേനെ, അല്ലാതെ നേരത്തെ തന്നെ വിവാഹമൊന്നും കഴിക്കുവാനായിട്ട് നിൽക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജിയോണും നിൽക്കുന്നു. അതിന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടി നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു കടയിലേക്കൊക്കെ സിഹോണും എത്തിയിട്ടുണ്ടായിരുന്നത്. ജിയോണിനും പെട്ടെന്നൊരു കോളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യമായിട്ട് അവിടെ നിന്നും പോകേണ്ടതായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ബുക്കൊക്കെ ബ്യോളിനെ ഏൽപ്പിച്ചതിന് ശേഷം നിനക്കിതൊക്കെ വായിക്കുവാൻ അറിയാമോ എന്ന് എനിക്ക് അറിയിക്കില്ല, എന്തായാലും ഇതൊക്കെ ഇരുന്ന് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവളും പോകുന്നു. ബ്യോളും കയ്യിലെ ബുക്കൊക്കെ സിഹോണിന് കാണിച്ചൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നേരത്തെ ജിയോൺ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ കാര്യമൊക്കെ ഇപ്പോൾ സിഹോണിന്റെ അടുത്തും ചോദിക്കുന്നു. പക്ഷെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള പിക്ചർ ബുക്ക് എന്നൊക്കെ ആയിരുന്നു. സോ ഈ ഒരു കാര്യമൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും വ്യോളും ആകെ ചമ്മയ്ക്ക് നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ മാത്രമേ കാണാം. ബൈ.